ഹലോ എവരി വൺ, എല്ലാവർക്കും ഈ സെഷനിലേക്ക് സ്വാഗതം. മോഡൽ ഇക്വലൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ നിത്യ സംഭാഷണങ്ങളിൽ ഉപയോഗിക്കുന്ന കുറേ വാക്കുകളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ മോഡൽസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഡൽസ് അല്ല, പക്ഷേ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള പ്രയോഗങ്ങളാണ്. ഉദാഹരണം ഹാവ് ടു അല്ലെങ്കിൽ ഹാസ് ടു. ഇത് വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥിരം ഉപയോഗിക്കുന്ന പ്രയോഗമാണ്. നമുക്ക് നോക്കാം എന്താണ് ഈ ഹാവ് ടു ഓർ ഹാസ് ടു. ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാനാണ് നമ്മൾ നെസസറി ഓർ റിക്വയർഡ് ആയിട്ടുള്ള ആക്ഷനെ സൂചിപ്പിക്കാനാണ് ഈ പറഞ്ഞ കാര്യം നമ്മൾ ഉപയോഗിക്കാറുള്ളത്. എങ്ങനെയാണ്? ഐ ഹാവ് ടു ഡു മൈ ഹോം വർക്ക്. എനിക്കെൻ്റെ ഹോം വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഐ ഹാവ് ടു ഡു മൈ ഹോം വർക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഹോം വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഹാവ് ടു. യു ഹാവ് ടു വെയർ യുവർ യൂണിഫോം. നീ യൂണിഫോം ധരിക്കേണ്ടതുണ്ട്. He doesn't have to come today. He doesn't have to. Sorry, you don't have to bring snacks. നീ സ്നാക്സ് കൊണ്ടുവരേണ്ടതില്ല. He doesn't have to come. He doesn't have to come today. അവൻ ഇന്ന് വരേണ്ടതില്ല. She has to help her mother in the kitchen. അവളിന്ന് ഹാസ് ടു. ഷീ സിംഗുലർ ആയതുകൊണ്ടാണ് ഹാസ് ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. അമ്മയെ കിച്ചണിൽ സഹായിക്കേണ്ടതുണ്ട്. ശ്രദ്ധിക്കേ, ഐ ഹാവ് ടു ഡു മൈ ഹോം വർക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഹോം വർക്ക് ചെയ്യേണ്ടതുണ്ട്. യു ഹാവ് ടു വെയർ യുവർ യൂണിഫോം. നീ നിൻ്റെ യൂണിഫോം ധരിക്കേണ്ടതുണ്ട്. അത് നെസസറിയാണ്. യു ഡോണ്ട് ഹാവ് ടു ബ്രിങ് സ്നാക്സ്. നീ സ്നാക്സ് കൊണ്ടുവരേണ്ടതില്ല. അല്ല, റിക്വയർഡാണോ? അല്ല, റിക്വയർഡ് അല്ല. അപ്പോൾ ചെയ്യേണ്ടതുണ്ട്, ചെയ്യേണ്ടതില്ല എന്നർത്ഥത്തിൽ പോസിറ്റീവായും നെഗറ്റീവായിട്ടും പറയാൻ സാധിക്കും. ഓക്കെ. ഹി ഡസൻറ്റ് ഹാവ് ടു കം ടുഡേ. അവനിന്ന് വരേണ്ടതില്ല. ഷീ ഹാസ് ടു ഹെൽപ്പ് ഹർ മദർ ഇൻ ദ കിച്ചണിൽ അവൾ അമ്മയെ സഹായിക്കേണ്ടതുണ്ട്. ഷീ ഹാസ് ടു ഹെൽപ്പ് ഹർ മദർ ഇൻ ദ കിച്ചൺ. അപ്പോൾ എന്താ മനസ്സിലായത്? ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ചെയ്യേണ്ടതില്ല എന്ന അർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? നെസസറിയെ ഓർ റിക്വയർഡിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഹാവ് ടു ഓർ ഹാസ് ടു ഉപയോഗിക്കാം. സിംഗുലർ ആണെങ്കിൽ ഹാസ് ടു. ഓക്കെ. ഇനി ഹാഡ് ടു എന്ന് പറയുന്ന പ്രയോഗമാണ്. ഈ ഹാവ് ടു ഹാസ് ടുവിൻ്റെ അത് യൂസേജ് തന്നെയാണ്, പക്ഷേ ഇത് പാസ്റ്റ് ആണെന്ന് മാത്രം. ഹാഡ് ടു അല്ലേ. ഐ ഹാഡ് ടു ഫിനിഷ് മൈ ഹോം വർക്ക് ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച എനിക്ക് എൻ്റെ ഹോം വർക്ക് ചെയ്യേണ്ടി വന്നു. വാസ് നെസസറി എന്ന് പറയാനാണ്, ചെയ്യേണ്ടി വന്നു എന്ന് പറയാനാണ് ഹാഡ് ടു ഉപയോഗിക്കുക. ഷീ ഹാഡ് ടു വേക്ക് അപ്പ് ഓൾ യെസ്റ്റർഡേ. ഇന്നലെ അവൾക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ടതായിട്ട് വന്നു. വി ഹാഡ് ടു വെയർ ആർ സ്കൂൾ യൂണിഫോം. ഞങ്ങൾക്ക് സ്കൂൾ യൂണിഫോം ധരിക്കേണ്ടതായിട്ട് വന്നു. ഹി ഹാഡ് ടു ക്ലീൻ ഹിസ് ഡെസ്ക് ബിഫോർ ലീവിങ്. ഡെസ്ക് പോകുന്നതിന് മുന്നേ ഡെസ്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വന്നു. മനസ്സിലായില്ലേ? ഹാഡ് ടു. അപ്പോൾ വാസ് നെസസറി എന്ന് പറയാനാണ് ഹാഡ് ടു ഉപയോഗിക്കുക. ഇതാണ് ഹാഡ് ടുവിൻ്റെ ഉപയോഗം. ഇപ്പോൾ നമ്മൾ ഹാവ് ടു ഹാസ് ടുവിൻ്റെയും ഹാഡ് ടുവിൻ്റെ ഉപയോഗം പഠിച്ചു കഴിഞ്ഞു. ഇനി വിൽ ഹാവ് ടു, ഷാൽ ഹാവ് ടു. എവിടെയാണ് നമ്മൾ വിൽ ഹാവ് ടു, ഷാൽ ഹാവ് ടു യൂസ് ചെയ്യുക? നമ്മൾ ഹാവ് ടു, ഹാസ് ടു, ഹാഡ് ടു പഠിച്ചു. ഹാവ് ടു, ഹാസ് ടു പ്രസൻ്റ് ആണെങ്കിൽ, ഹാഡ് ടു പാസ്റ്റ് ആണെങ്കിൽ, വിൽ ഹാവ് ടു, ഷാൽ ഹാവ് ടു ഫ്യൂച്ചറാണ്. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ അത് ഫ്യൂച്ചറായിട്ട് പറയേണ്ടി വരികയാണ്. ചെയ്യേണ്ടി വരും. വിൽ ബി നെസസറി എന്ന് പറയാനാണ് ഈ പറഞ്ഞ പ്രയോഗങ്ങൾ ഉപയോഗിക്കുക. ഐ വിൽ ഹാവ് ടു സ്റ്റഡി ഫോർ ദ ടെസ്റ്റ് ടുമോറോ. നാളത്തേക്കുള്ള പരീക്ഷയ്ക്ക് എനിക്ക് പഠിക്കേണ്ടതായിട്ട് വരും അല്ലേ. വിൽ ബി നെസസറിയാണ്. ഷി വിൽ ഹാവ് ടു ലീവ് ഏർലി. അവൾ നേരത്തെ പോവേണ്ടതായിട്ട് വരും, ചെയ്യേണ്ടി വരും. വി ഷാൽ ഹാവ് ടു പ്ലാൻ ദ ട്രിപ്പ് സൂൺ. എത്രയും പെട്ടെന്ന് നമുക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യേണ്ടതായിട്ട് വരും, ചെയ്യേണ്ടി വരും. ദേ വിൽ ഹാവ് ടു ക്യാച്ച് ദ ഏർലി ബസ്. നേരത്തെയുള്ള ബസ് നമ്മൾ പിടിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ആ ബസ്സിന് പോവേണ്ടതായിട്ട് വരും. ദേ വിൽ ഹാവ് ടു ക്യാച്ച് ദ ഏർലി ബസ്. അപ്പോൾ ഇതാണ് വിൽ ഹാവ് ടു അല്ലെങ്കിൽ ഷാൽ ഹാവ് ടു. നമുക്ക് ഈ വിൽ ഹാവിന് പകരം ഷാൽ ഹാവ് ടു ഉപയോഗിക്കാം. രണ്ട് റിപ്ലേസ് ചെയ്യാം, നോ പ്രോബ്ലം. സെയിം മീനിങ് ആണ്. അപ്പോൾ ചെയ്യേണ്ടി വരും, വിൽ ബി നെസസറി എന്ന അർത്ഥത്തിലാണ് വിൽ ഹാവ് ടു ബി അല്ലെങ്കിൽ വിൽ ഹാവ് ടു ഷാൽ ഹാവ് ടു യൂസ് ചെയ്യുന്നത്. കുറച്ച് ഉദാഹരണങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രാക്ടീസ് സെഷനിൽ പോയിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. ഇനിയുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് ആം ടു, ഈസ് ടു, ആർ ടു. നമ്മൾ സാധാരണ ഈസും ആമും ആറും ഒക്കെ അങ്ങ് ഓക്സിലറി വെർബായിട്ടാണ് പരിഗണിക്കാറുള്ളത്. ഓക്സിലറി വെർബിൻ്റെ ഭാഗത്ത് വെച്ച് നമ്മളിതെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഓക്സിലറി വെർബ് അല്ലാതെ ഈ പറയുന്നവയെല്ലാം ഒരു തരത്തിലുള്ള വെർബുകളായിട്ട് മാറുന്നുണ്ട്. സാധാരണ ഓക്സിലറി വെർബ് അല്ലാതെ തന്നെ മെയിൻ വെർബുകളായി മാറുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. അത്
ഒബ്ലിഗേഷൻസ് പറയാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണ ഇവ ഉപയോഗിക്കുക. അതായത് ഒരു കാര്യം ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയിട്ട്. നോക്കി, അറ്റ് വാട്ട് ടൈം am I to come? ഏത് സമയത്താണ് ഞാൻ വരേണ്ടത്, ഞാൻ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടത്? അറ്റ് വാട്ട് ടൈം am I to come? ഓക്കെ, അപ്പോൾ ഇവിടെ I am to എന്നതിന് പകരം am I to എന്ന് എഴുതിയിരിക്കുകയാണ്, ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്. അടുത്തൊരു ഉദാഹരണം നോക്കിയേ. The work is to start tomorrow morning. The work, ജോലി, is to start, അങ്ങനെ ചെയ്യണം എന്നാണ്. is to, ഇവിടെ am to, ഇവിടെ is to. I am to leave for Delhi next week. അടുത്ത ആഴ്ച എനിക്ക് ഡൽഹിക്ക് പോകണം, അങ്ങനെ ചെയ്യണം. I am to leave, എനിക്ക് പോവേണ്ടതുണ്ട്. നമ്മൾ ഈ ഹാവ് ടു പറഞ്ഞില്ലേ, ഹാവ് ടു എന്ന് പറയുന്ന അതേ മീനിങ്ങിലാണ് ഈസ് ടു, ആം ടു, ആർ ടു ഉപയോഗിക്കുന്നത്. ഹി ഈസ് ടു മാരി നെക്സ്റ്റ് ഇയർ, അടുത്ത കൊല്ലം അവന് കല്യാണം കഴിക്കേണ്ടതുണ്ട്, ചെയ്യണം, കല്യാണം കഴിക്കണം. അത് ഇങ്ങനെ പറയാം, ഹി ഹാസ് ടു മാരി നെക്സ്റ്റ് ഇയർ. ആ ഹാസ് ടുവിന് പകരം ഹി ഈസ് ടു. യു ആർ ടു ഇനാഗുറേറ്റ് ദ ഫംഗ്ഷൻ, ദാറ്റ് മീൻസ് യു ഹാവ് ടു ഇനാഗുറേറ്റ് ദ ഫംഗ്ഷൻ. യു ആർ ടു, നിനക്ക് അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. ഒബ്ലിഗേഷൻസ് ആണ്. അങ്ങനെയുള്ള ഒബ്ലിഗേഷൻസ്, കടമകൾ പറയാൻ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? ഈസ് ടു, ആം ടു, ആർ ടു. ഇതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്, നോട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈസ് ടു, ആം ടു, ആർ ടു പഠിച്ചു. അതിൻ്റെ പാസ്റ്റ് ടെൻസ് നമുക്ക് അതുപോലെ ഉപയോഗിക്കാം. അതായത് വാസ് ടു, വേർ ടു. അതെങ്ങനെയാണ്? ഒബ്ലിഗേഷൻ ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്ന അർത്ഥത്തിൽ. അതായത് വാസ് പ്ലാൻഡ് ഓർ എക്സ്പെക്റ്റഡ് ഓർ സപ്പോസ് ടു ഹാപ്പൻ എന്ന അർത്ഥത്തിൽ, ചെയ്യേണ്ടതായിരുന്നു എന്ന അർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ഈസ് ടു, ആം ടു, ആർ ടുവിന് പാസ്റ്റായിട്ട് വാസ് ടു, വേർ ടു എന്ന് ഉപയോഗിക്കാം. ഐ വാസ് ടു മീറ്റ് ഹിം യെസ്റ്റർഡേ ബട്ട് ഹി ഡിഡ്ന്റ് കം. എനിക്കവനെ മീറ്റ് ചെയ്യേണ്ടതായിരുന്നു ഇന്നലെ, പക്ഷേ വന്നില്ല അവൻ. അപ്പോൾ ചെയ്യേണ്ടതായിരുന്നു, വാസ് ടു. ഇനി അടുത്തത്, ഷീ വാസ് ടു ജോയിൻ ദ ന്യൂ സ്കൂൾ ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച അവൾ സ്കൂൾ ജോയിൻ ചെയ്യേണ്ടതായിരുന്നു, ജോയിൻ ചെയ്തോ? ഇല്ല. ഇനി അടുത്തത്, ഇതൊക്കെ ചില ബുള്ളറ്റ്സുകളാണ്, റിയലി സോറി. വി വേർ ടു വിസിറ്റ് ഗ്രാൻഡ് മാ ഓൺ സൺഡേ. ഞങ്ങൾ സൺഡേ ഗ്രാൻഡ് മേനെ മീറ്റ് ചെയ്യേണ്ടതായിരുന്നു. ഓക്കെ, വി വേർ ടു വിസിറ്റ് ഗ്രാൻഡ് മാ. ഹി വാസ് ടു ഗിവ് എ സ്പീച്ച് ബട്ട് ഹി ഫെൽ സിക്ക്. സ്പീച്ച് പ്രസംഗിക്കേണ്ടതായിരുന്നു അദ്ദേഹം, പക്ഷേ അദ്ദേഹം രോഗബാധിതനായി. ദേ വേർ ടു ഗോ ഓൺ എ ട്രിപ്പ് ബട്ട് ഇറ്റ് ഗോട്ട് ക്യാൻസൽഡ്. അവർ ട്രിപ്പിന് പോകേണ്ടതായിരുന്നു, പക്ഷേ ട്രിപ്പ് പിന്നീട് ക്യാൻസലായി. ഓക്കെ, ഗോട്ട് ഇറ്റ്? അപ്പോൾ അതാണ് വാസ് ടു, വേർ ടു എന്ന് പറയുന്ന വാക്കിൻ്റെ ഉപയോഗം. അപ്പോൾ ഈ ഒരു ടോപ്പിക് ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരൊറ്റ ടോപ്പിക്കോട് കൂടിയിട്ട് ഈ കോഴ്സ് തീരും. അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ആ ഭാഗം വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.